പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അതായത് കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവമേ, നീ അവോയ്ഡ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം നിന്നെ അവഗണിക്കുന്നു, നിന്നെ ഒഴിവാക്കുന്നുവെന്ന് നിനക്ക് തോന്നിയാൽ, ഇഫ് യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്, നിനക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ 14:26 പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മളെ അനുസ്മരിപ്പിച്ചു തരും, ഓർപ്പിച്ചു തരും. ഇവിടെയാണ് വി ക്യാൻ മൂവ് വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്. സ്തുതികട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന കരങ്ങളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, പരിശുദ്ധാത്മാവ് നൽകണമേ. ചേർന്ന് പാടാം. സഹായകനായ പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. ലോകനാഥ പ്രാണനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് അതായത് യോഹന്നാൻ 14:26 ഏറ്റുപറഞ്ഞ്, എന്നാൽ എന്റെ നാമത്തിൽ നാം അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യങ്ങളിലൊന്നാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. ഇപ്പോൾ തോമസിലെ പരിശുദ്ധാത്മാവ് ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്ന പുലിവാലുണ്ടായാൽ പോരാ. തോമസ് ഈ വിഷയത്തിൽ കത്തിക്കാളേണ്ടതാണ്. കാര്യം 2-3 പ്രാവശ്യം തോമസ് ഇല്ല, കർത്താവ് വന്നപ്പോൾ തോമസ് ഇല്ല. തോമസ് അവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കാര്യം അദ്ദേഹമാണ് ധൈര്യമുള്ള ആൾ കൂടുതൽ. ഇപ്പോൾ അപ്പോസ്തല സമൂഹത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വലിയ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് വലിയ അവോയ്ഡിങ് ഉണ്ടാകുന്നത്. യു മസ്റ്റ് സെൻസ് ദിസ് പോയിന്റ്. മനസ്സിലായില്ലേ? ഈ അപ്പോസ്തലന്മാരെ മുഴുവനും 10 പേരെ തിരിപോരണ്ടേ? അവർ കഥ കടച്ചിരിക്കുകയല്ലേ? അവിടെ തലവട്ടം കണ്ട കൊയ്തുകളെ അവർ. അവിടെ പിന്നെ ഇവർക്ക് ഭക്ഷണവും വെള്ളം കൊടുക്കണ ആരാ? തോമസാ. അദ്ദേഹം പുറത്തുപോയി. കുറേ പ്രേക്ഷിതർ ചില സമയത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയും, അച്ഛാ കർത്താവേന്നും പറഞ്ഞാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ അച്ഛാ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കും. ദാറ്റ്സ് കറക്റ്റ്. അത് തോമസാണ് ആദ്യം ചോദിച്ചത്. ആ ചോദ്യം തോമസാണ് ചോദിച്ചത്. കാര്യം ജീവൻ പണയം വെച്ച്, പണ്ട് ജീവൻ പണയം വെക്കാമെന്ന് പറഞ്ഞതാണ് ഈ മനുഷ്യൻ. ആർക്ക്? കർത്താവിന് വേണ്ടി. നമുക്കും പോയി അവനോടുകൂടി മരിക്കാമെന്ന് പറഞ്ഞ 11:28 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11:28 നമുക്കും പോയി അവൻ്റെ കൂടെ മരിക്കാമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇപ്പോഴ് അവൻ്റെ അപ്പോസ്തലന്മാർക്ക് വേണ്ടി അവൻ മരിക്കാൻ പോയിരിക്കുക. ദാറ്റ് ഈസ് തോമസ്. ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അപ്പോസ്തല സമൂഹത്തെ തോമസ് നിലനിർത്തിയത്. ജീവൻ പണയം വെച്ചുകൊണ്ട്. പക്ഷേ ദൈവം അവനെ അവോയ്ഡ് ചെയ്തു. അതാണ് പ്രശ്നം. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ, സന്യാസത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും സമർപ്പണങ്ങൾ കൂടുമ്പോൾ, യു വിൽ ബി അബാൻഡൻഡ്.
നീ അവോയ്ഡ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ട് കാണപ്പെടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ മിസ്ത്രിമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവേ, എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാം. വന്ദനം തേ വന്ദനം ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. ജീവനാഥ ലോകനാഥ ആരാധിച്ചു നമിക്കുന്നേ. പരിശുദ്ധപരമതി വികാരണത്തിന് ഇപ്പൊ നിങ്ങൾ മനസ്സിലായി എങ്ങനെ തോമസ് സഹിക്കും. തണ്ടും ത്രാണിയും തകർന്ന് തരിപ്പണമായി ഇവിടെ എത്തുമ്പോൾ, വേർത്തൊലിച്ച് പരവേശമായിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടേക്കുള്ള അണ്ണന്മാരെല്ലാം പറയുകയാണ് ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടെന്ന് പറയുമ്പോൾ തോമസ് എന്ത് റെസ്പോൺസ് ചെയ്യണം? അപ്പോൾ പരിശുദ്ധാത്മാ പറഞ്ഞു ഒന്നും റെസ്പോണ്ട് ചെയ്യണ്ട, നീ ഒന്നും മിണ്ടരുത്. എന്താ മിണ്ടാത്തതിൻ്റെ കാരണം? പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുത്തു, പഠിപ്പിക്കുകയാണ്. തോമസിനെ പഠിപ്പിച്ചു. 14:26 വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാ വരുമ്പോൾ നിങ്ങളെല്ലാം പഠിപ്പിക്കും. തോമസ്, യു ഫെൽറ്റ് ദാറ്റ് യു ഹാവ് അബാൻഡൻഡ്. നിനക്ക് തോന്നി കർത്താവ് നിന്നെ അവോയ്ഡ് ചെയ്ത പോലെ. പരിശുദ്ധാത്മാ പറയുക അങ്ങനെയല്ല തോമസ്, നിന്നെ വലിയ ഇൻറ്റിമസിയിലേക്ക് ആളെ വിളിക്കുക. അവൻ്റെ നെഞ്ചത്തെ തൊടാൻ, ഹൃദയത്തെ തൊടാനുള്ള ഇൻറ്റിമസിയിലേക്ക് നിന്നെ വിളിക്കുകയാണ്. ദൈവമേതലേ നിന്നെ അവോയ്ഡ് ചെയ്തു, അവഗണിച്ചു എന്ന് തോന്നുമ്പോൾ നീ യഥാർത്ഥ പ്രേക്ഷിതനാണെങ്കിൽ നിനക്ക് പ്രത്യാശയും സന്തോഷവും ഉണ്ടാകും. എന്താ കാരണം? പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. തോമസിനോട് കർത്താവ് പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.